കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക് കറണ്ട് എന്താണെന്നും ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്നും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിലെ ഈ ഭാഗത്ത് വിശദീകരിക്കുന്നത്. അതിൽ ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ളത്. കറണ്ട് എന്നതിൻ്റെ മലയാളത്തിലെ അർത്ഥം തന്നെ നമുക്കറിയാം പ്രവാഹം എന്നാണ്. പലതരത്തിലുള്ള പ്രവാഹങ്ങളുണ്ട്. ജലപ്രവാഹങ്ങളുണ്ട്. വെള്ളം ഒഴുകുകയാണെങ്കിൽ അതിന് വാട്ടർ കറണ്ട് എന്ന് പറയാം. എനർജി പ്രവഹിക്കാം, കുറച്ച് പ്രവാഹം അല്ലേ. ഹീറ്റ് എനർജി ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ടാവും, ഹീറ്റ് ഫ്ലോ കറണ്ട് ഉണ്ടാവാം. പാർട്ടിക്കിൾ സ്ട്രീംസ് ഫ്ലോ ഉണ്ടാവാം, പാർട്ടിക്കിൾ കറണ്ട് ഉണ്ടാവാം. നമ്മളിവിടെ പറയുന്നത് ചാർജുകൾ പ്രവഹിക്കുക, ഒഴുകുക. ചാർജുകൾ ഒഴുകുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് ഇലക്ട്രിക് കറണ്ട്. സോ ഫ്ലോ ഓഫ് ചാർജസ് ആണ് ഇലക്ട്രിക് കറണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പറഞ്ഞിരുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ കുറിച്ചിട്ടാണ്, ഫിസിക്സ് ഓഫ് സ്റ്റേഷനറി ചാർജസ്. നമ്മുടെ ഈ ഭാഗത്ത് പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് ചാർജുകൾ മൂവ് ചെയ്യുമ്പോൾ എന്തൊക്കെ ബിഹേവിയേഴ്സ് ഉണ്ട് എന്നതിനെ കുറിച്ചിട്ടാണ്. ചാർജസ് ഇൻ മോഷൻ അതിനെ പറയുന്ന കറണ്ട് ഇലക്ട്രിസിറ്റി. എനിവേ നമുക്കറിയാം പൊതുവായിട്ടുള്ളൊരു മാനദണ്ഡപ്രകാരം ഇഫ് ദർ ഇസ് എ നെറ്റ് ഫ്ലോ ഓഫ് ചാർജ് ദർ വിൽ ബി എൻ ഇലക്ട്രിക് കറണ്ട്. എവിടെയാണോ നെറ്റ് ഫ്ലോ, ചാർജുകളുടെ നെറ്റ് ഫ്ലോ ഉണ്ടാകുന്നത് അവിടെയൊക്കെ എന്തുണ്ട്, ഇലക്ട്രിക് കറണ്ടുകളുണ്ട്. നമുക്ക് നോക്കാം ഏതെങ്കിലും ഒരു എക്സാമ്പിൾ. രണ്ട് ബോഡി, എന്തുകൊണ്ടാണ് കറണ്ട് ഉണ്ടാവണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ വിശദീകരിക്കാം. രണ്ട് ഡിഫറെൻറ്റ് ബോഡീസ് എടുക്കുക, ഡിഫറെൻറ്റ് പൊട്ടൻഷ്യൽസ്. ഒന്നത്തിൻ്റെ പൊട്ടൻഷ്യൽ വി എ, അടുത്തതിൻ്റെ പൊട്ടൻഷ്യൽ വി ബി. രണ്ടിനും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, വ്യത്യാസമുണ്ട്. ഇപ്പോൾ തമ്മിൽ ഒരു എക്സ്റ്റേണൽ വയർ വഴി കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ചാർജ് ഫ്ലോ ചെയ്യും ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. സോ ദർ വിൽ എക്സിസ്റ്റ് എ ഇലക്ട്രിക് കറണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ദ ആക്ച്വൽ കോസ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ബോഡീസ് അല്ലേ. ഈ ചാർജ് ഫ്ലോ ചെയ്യുന്നത് എത്രത്തോളം സമയം വരെ ഫ്ലോ ചെയ്യും? അണ്ടിൽ ദ പൊട്ടൻഷ്യൽ ഓഫ് ദ ടു ബോഡീസ് വിൽ ബിക്കം ഈക്വൽ. രണ്ട് ബോഡിയിലും പൊട്ടൻഷ്യൽ ഈക്വൽ ആവുന്നവർ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് ചാർജ് ഫ്ലോ ചെയ്യും. ഈക്വൽ ആയി കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ അവിടെ കറണ്ടും ഉണ്ടാവില്ല. നമുക്കറിയാവുന്ന കേസാണ്, ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഒഴുക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് താഴേക്ക് ഒഴുകുന്നതാണ്. കാരണം കുന്നെന്നുള്ളത് ഹയർ പൊട്ടൻഷ്യൽ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലാണ്, താഴ്ഭാഗം എന്നുള്ളത് ലോവർ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് വെള്ളം ഒഴുകും അല്ലേ, വാട്ടർ കറണ്ട് ഉണ്ടാവും. നേരെ മറിച്ച് ഒരു സമതല പ്രദേശത്ത് വെള്ളം ഒഴുക്കുകയാണെങ്കിൽ അത് ഒഴുക്കി ഒഴുകിപ്പോകുന്നുണ്ടാവില്ല. കാരണം പ്രതലങ്ങളെല്ലാം ഒരേ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഒരേ പൊട്ടൻഷ്യലാണ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ 0 ആണ്. അതേപോലെ തന്നെയാണ് ചാർജുകൾ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് ഒഴുകുക അല്ലേ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ആക്ച്വലി ഇതിന് കാരണം, ഇലക്ട്രിക് കറണ്ടിന് കാരണമായി നമുക്ക് കണക്കാക്കാവുന്നത്. ദ ഫ്ലോ ഓഫ് ചാർജസ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇലക്ട്രിക് കറണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കറണ്ടിൻ്റെ സ്ട്രെങ്ത്തിനെ നമുക്ക് ഡിഫൈൻ ചെയ്യണം. കറണ്ടിൻ്റെ സ്ട്രെങ്ത്തിനെ ഇലക്ട്രിക് കറണ്ട് ഐ എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഇറ്റ് ഈസ് ദ ടൈം റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ത്രൂ എ പോയിന്റ് ഓർ എ ഗിവൺ റീജിയൻ. ഒരു സെക്കൻഡിൽ യൂണിറ്റ് ടൈമിൽ ഒരു ഏരിയയിൽ കൂടെ, ഒരു ക്രോസ് സെക്ഷനിലൂടെ കടന്നു പോകുന്ന ടോട്ടൽ ചാർജുകളുടെ അളവാണ് ആക്ച്വലി അതിൻ്റെ കറണ്ട് സ്ട്രെങ്ത് എന്നുള്ളത്. കറണ്ടിൻ്റെ അതിനെ സിംപ്ലി നമ്മൾ കറണ്ട് എന്ന് പറയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു യൂണിഫോം, നോൺ യൂണിഫോം എന്തോ ആയിക്കോട്ടെ, ഒരു വയർ എടുക്കുക, അതിലേതെങ്കിലും ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ മെയിൻ ചെയ്യണം. ഇതിനോട് ബന്ധപ്പെട്ടൊരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ കൂടെ ചാർജ് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. ആ ക്രോസ് സെക്ഷനിലൂടെ ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ചാർജിൻ്റെ അളവിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ കറണ്ടിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. കറണ്ട് ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈമാണ്, Q/T ആണ്. നമ്മൾ ഇവിടെ പറയുന്നത് സ്റ്റഡി കറണ്ടിനെ കുറിച്ചാണ്. രണ്ട് തരം കറണ്ടാണ് പ്രധാനമായും, സ്റ്റഡി കറണ്ട് ആൻഡ് വേരിയബിൾ കറണ്ട്. ഇപ്പോൾ വേരിയബിൾ കറണ്ടിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ടു ടൈം അത് ചേഞ്ച് ചെയ്യും അതിൻ്റെ കറണ്ടിൻ്റെ വാല്യൂ. ഇപ്പോൾ മൈക്രോഫോണിലൂടെയൊക്കെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടായി കിട്ടുന്ന കറണ്ട് എന്നുള്ളത് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതാണ്, ടൈം വേരിയിങ് കറണ്ടാണ്. അല്ല, ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുക, DC ബാറ്ററിയുമായി കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒഴുകുന്ന കറണ്ട് സ്റ്റഡി കറണ്ടാണ്. അതിൽ മാറ്റം ഉണ്ടാവില്ല. എപ്പോഴും ടൈമിനനുസരിച്ച് എല്ലാ പൊസിഷനിലും കൂടി കടന്നു പോകുന്ന കറണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും ഫോർ ഗിവൺ വയർ അല്ലേ.
നമ്മൾ ഈ ചാപ്റ്ററിൽ ഉടനീളം ഉദ്ദേശിക്കുന്നത് സ്റ്റഡി കറണ്ടിനെ കുറിച്ചിട്ടാണ്. വേറെയും കറണ്ടുകളുണ്ട്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അവിടെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ എന്ന് പറയാൻ പറ്റില്ല, എല്ലാ ഡയറക്ഷനിലും കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും അത് സ്റ്റഡി കറണ്ട് അല്ല. നമ്മളിവിടെ പറയുന്നത് സ്റ്റഡി കറണ്ടിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ സ്റ്റഡി കറണ്ടിൽ തന്നെ അത് കടന്നു പോകുന്ന മീഡിയത്തിൻ്റെ വയറിൻ്റെ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു യൂണിഫോം ക്രോസ് സെക്ഷനുള്ള ഒരു വയർ എടുക്കുകയാണെങ്കിൽ അതിൽ വാട്ടർ സ്ട്രീം ലൈൻസ് പോലെ നമുക്ക് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ വരയ്ക്കാം. എല്ലായിടത്തും യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അതിൽ കൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് കറണ്ടിൻ്റെ ചാർജസിൻ്റെ വെലോസിറ്റിയും സെയിം ആണ്, കറണ്ട് സെയിം ആയിരിക്കും, വാട്ടർ ഫ്ലോ പോലെ തന്നെ. നേരെ മറിച്ച് നമ്മളൊരു നോൺ യൂണിഫോം ക്രോസ് സെക്ഷനുള്ള ഒരു ട്യൂബ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വാട്ടർ ഫ്ലോയുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ഏരിയ കൂടിയ ഭാഗത്ത് സ്ട്രീം ലൈൻസ് ഗ്യാപ്പ് കൂടുതലാണ്, അവിടെ വെലോസിറ്റി കുറവായിരിക്കും. നേരെ മറിച്ച് ഏരിയ കുറയും തോറും വെലോസിറ്റി കൂടുതലായിരിക്കും അല്ലേ. അതേപോലെ തന്നെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാർജ് ഏരിയയിൽ കൂടെ കടന്നു പോകുന്നത് ചാർജുകൾ സ്പീഡ് കുറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ സ്മോൾ ഏരിയയിൽ കൂടെ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായതുകൊണ്ട് തന്നെ ചാർജ് കൂടുതൽ സ്പീഡിലായിരിക്കും കടന്നു പോവുക. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ടൈമിൽ ഈ ക്രോസ് സെക്ഷനിലൂടെ കടന്നു പോകുന്ന ചാർജിൻ്റെ അളവും അതേ യൂണിറ്റ് ടൈമിൽ 1 സെക്കൻഡിൽ ഈ ക്രോസ് സെക്ഷനിലൂടെ കടന്നു പോകുന്ന ചാർജിൻ്റെ അളവും സെയിം ആയിരിക്കും. കറണ്ട് കോൺസ്റ്റൻ്റ് ആണ്. അത് ഏരിയ ഇതിനെ ടോട്ടൽ കറണ്ട് എന്നുള്ളത് കണ്ടക്ട് വേണ്ട ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലേ. ഇനി ഒരു വേരിയബിൾ കറണ്ട് ആണെങ്കിൽ നമ്മളവിടെ കറണ്ട് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടാണ്. നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ട് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് പറയാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ കറണ്ടിനെയാണ്. അതിന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് I=dQ/dt എന്നാണ്. അവിടെ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ടൈമിലാണോ നമുക്ക് കറണ്ട് മെഷർ ചെയ്യേണ്ടത് ആ ടൈമിനോട് ചേർന്നിട്ട് സറൗണ്ട് ചെറിയൊരു ടൈം ഇൻ്റർവെൽ DT എന്നുള്ള ഒരു ചെറിയൊരു ടൈം ഇൻ്റർവെൽ നമ്മൾ ഇമാജിൻ ചെയ്യാം. നമ്മൾ ഗിവൺ ടൈമിന് ചേർന്നിട്ട് ചെറിയൊരു ടൈം ഇൻ്റർവെൽ, ആ ടൈം ഇൻ്റർവെല്ലിൽ ആ ഏരിയയിൽ കൂടെ കടന്നു പോകുക ക്രോസ് സെക്ഷനിൽ കടന്നു പോകുന്ന ചാർജ് DQ ആണെങ്കിൽ എന്താണ് dQ/dt എന്തായിരിക്കും, ആ ഇൻസ്റ്റൻറ്റിലെ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ കറണ്ട് ആയിരിക്കും. എനിവേ ജനറൽ എക്സ്പ്രഷനാണ് കറണ്ട് I=dQ/dt, ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ടാണ്. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ആംബിയർ ആണ്. SI യൂണിറ്റ് കറണ്ടിൻ്റെ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഇക്വേഷൻ പ്രകാരം നമുക്കറിയാം dQ/dt ആണ്, ചാർജ് ബൈ ടൈമാണ്. ചാർജിൻ്റെ യൂണിറ്റ് ക്ലോംബ് ആണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. അതുകൊണ്ട് 1 ആംബിയർ എന്നുള്ളത് നമുക്ക് എന്തായാലും കണക്കൂട്ടാം, 1 coulomb per second. 1 ആംബിയർക്ക് 1 coulomb per second. പക്ഷെ നമ്മൾ ഓൾറെഡി നമുക്കറിയാം ക്ലോംബ് എന്നുള്ളത് ഹയർ യൂണിറ്റ് ഓഫ് ചാർജ് ആണ്. അതുകൊണ്ട് തന്നെ ആംബിയർ എന്നുള്ളതും വലിയൊരു യൂണിറ്റാണ് കറണ്ടിൻ്റെ. നമ്മൾ മൈക്രോ ആംബിയർ, മില്ലി ആംബിയർ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഫാക്ടറി പർപ്പസുള്ള മെഷീനറീസ് ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ആംബിയർ ലെവൽ നമ്മൾ ഉപയോഗിക്കുന്നു. എല്ലാ തരത്തിലുള്ള കറണ്ടുകളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതിൽ ആംബിയർ എന്നുള്ളത് ഹയർ യൂണിറ്റാണ്. ഇനി അങ്ങനെയാണെങ്കിൽ കറണ്ട് ഏതുതരം ക്വാണ്ടിറ്റിയാണ്, സ്കെയിലാർ ആണോ വെക്ടർ ആണോ? കറണ്ട് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കറണ്ടിന് ഡയറക്ഷനൊക്കെ ഉണ്ട്, പക്ഷേ ഡയറക്ഷനുള്ള എല്ലാ ക്വാണ്ടിറ്റീസിനെയും നമുക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല, വെക്ടർ എന്ന് പറയാൻ പറ്റില്ല. വെക്ടർ ആവണമെങ്കിൽ ഡയറക്ഷനും വേണം, അതുമാത്രമല്ല ചില വെക്ടർ അഡീഷൻ റൂൾസ് അത് ഒബേ ചെയ്യണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കുലർ മെത്തേഡ് ഓഫ് അഡീഷൻ, പാരലോഗ്രാം മെത്തേഡ് ഓഫ് അഡീഷൻ, ഇങ്ങനെ വെക്ടർ അഡീഷൻ റൂൾസ് ഒബേ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, വെക്ടേഴ്സ് ആയിട്ട് കണക്കൂട്ടാൻ പറ്റുള്ളൂ. കറണ്ടിന് ഡയറക്ഷൻ ഉണ്ടെങ്കിലും അത് വെക്ടർ അഡീഷൻ റൂൾസ് ഒബേ ചെയ്യുന്നില്ല. അതുകൊണ്ട് കറണ്ട് ഒരിക്കലും എന്തല്ല, ഒരു വെക്ടർ അല്ല, ഇറ്റ്സ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ വെക്ടർ 3 പ്ലസ് വെക്ടർ 2 എന്നുള്ളത് എല്ലായ്പ്പോഴും വെക്ടർ 5 ആയിക്കൊള്ളുന്നില്ല. ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ മാത്രമാണ് വെക്ടർ 5. അതിൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. പക്ഷേ കറണ്ടിനെ സംബന്ധിച്ചിടത്തോളം 3 ആംബിയർ പ്ലസ് 5 ആംബിയർ ഏതൊക്കെ ആംഗിളിലാണ് കറണ്ട് വരുന്നതെങ്കിൽ കൂടിയും 3 ആംബിയർ പ്ലസ് 5 ആംബിയർ എന്നുള്ളത് 2 ആംബിയർ എപ്പോഴും 5 ആണ്. സോ ഇറ്റ്സ് എ സ്കെയിലാർ. ഇനി വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട്? അതൊരു കൺവെൻഷൻ പ്രകാരമാണ്. അതായത് നമ്മൾ പണ്ട് വിചാരിച്ചിരിക്കുന്നത് കറണ്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുകളുടെ ഫ്ലോ ആയിട്ട് തന്നെയാണ് കണക്കൂട്ടുന്നത്. അതായത് പോസിറ്റീവ് ടെർമിൽ നിന്ന് നെഗറ്റീവ് ടെർമിലേക്കാണ് ചാർജ് ഫ്ലോ ചെയ്യുന്നത്. അതാണ് കൺവെൻഷണൽ ഡയറക്ഷൻ. പിൽക്കാലത്ത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുന്നത് എപ്പോഴും നെഗറ്റീവ് ചാർജുകളാണ്, ഇലക്ട്രോണുകളാണ് അല്ലേ. ഇലക്ട്രോണുകൾ നെഗറ്റീവ് ചാർജാണ്, അത് നെഗറ്റീവ് ടെർമിൽ നിന്ന് പോസിറ്റീവ് ടെർമിലേക്കാണ്. പക്ഷേ ആദ്യകാലങ്ങളിൽ തന്നെ നമ്മൾ കറണ്ടിനെ ഡയറക്ഷൻ എടുത്തിരിക്കുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനാണ് അല്ലേ. പിന്നീട് അതിന് തിയറികൾക്ക് അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്ത തിയറികൾ മാറ്റി എഴുതേണ്ടതായി വരും. ഇലക്ട്രോണുകളുടെ ഫ്ലോയുടെ ഡയറക്ഷനാണ് കറണ്ടെങ്കിൽ
അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോഴും കൺവെൻഷനലായിട്ട് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്നുള്ളത് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനലാണ്. അതായത് പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനാണ്. അങ്ങനെയെങ്കിൽ നെഗറ്റീവ് ചാർജുകൾ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എതിർദിശയിലായിരിക്കും എന്തുണ്ടാവുക കറണ്ടിൻ്റെ ഡയറക്ഷൻ. കാരണം നെഗറ്റീവ് ചാർജിൻ്റെ ഫ്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യണത് അതിൻ്റെ നെഗറ്റീവ് ആ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരുന്നു പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുക എന്നുള്ള പോലെയാണ്. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ചാർജുകളുടെ എതിർദിശയിലായിരിക്കും ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയറക്ഷൻ വരിക. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും നമ്മളെടുത്തു അല്ലേ, രണ്ട് മൂവ് ചെയ്യുന്നുണ്ട്. എൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കുക, പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ തന്നെയാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ, പക്ഷേ നെഗറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്നതിൻ്റെ എതിർദിശയിലായിരിക്കും ഇലക്ട്രിക് കറണ്ട്. ഈ സിറ്റുവേഷനിൽ നമ്മൾ കാണിച്ച സിറ്റുവേഷനിൽ രണ്ടും ഒരേ ഡയറക്ഷനാണ്. അപ്പോൾ അതാണ് അതിൻ്റെ കൺവെൻഷണൽ ഡയറക്ഷൻ. പോസിറ്റീവ് ചാർജിൻ്റെ ഫ്ലോ ഓഫ് പോസിറ്റീവ് ചാർജിൻ്റെ ഡയറക്ഷനാണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയറക്ഷനായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്കെപ്പോഴും ഒരു മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് പോവുക. ഒരു മെറ്റലിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്, ഒരു കറണ്ട് കടന്നു പോകാനുള്ള സിറ്റുവേഷൻ. അപ്പോൾ ആദ്യം ഒരു സ്റ്റാറ്റിക് സിറ്റുവേഷനിൽ ഒരു മെറ്റാലിക് ബോഡീനെ നമ്മൾ എൻലാർജ് ചെയ്തെടുക്കുന്നു. നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ആറ്റോമിക് സ്കെയിലാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം ആറ്റംസൊക്കെ റെഗുലർലി അറേഞ്ച്ഡ് ആണ് അല്ലേ, അതിൻ്റെ ലാറ്റിസുകളൊക്കെ റെഗുലർലി അറേഞ്ച്ഡ് ആണ്. മാത്രമല്ല മെറ്റലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽസിൽ അത്രയധികം ക്ലോസ്ലി പാക്ഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രീ ഇലക്ട്രോണുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 1 സെൻറ്റിമീറ്റർ ക്യൂബിൽ 10⁻22 എന്ന് പറഞ്ഞാൽ എത്രയോ കോടിക്കണക്കിന് ഇലക്ട്രോണുകളാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് എക്സിസ്റ്റ് ചെയ്യാൻ മാത്രമല്ല ദേ ആർ ഇൻ ഫ്രീ മൂവ്മെൻറ്റ്. അതായത് ഗ്യാസ് മോളിക്യൂള് അറ്റ്മോസ്ഫിയറിൽ സഞ്ചരിക്കുന്ന പോലെ തന്നെ ഈ ഇലക്ട്രോണുകൾ എല്ലാ ഇലക്ട്രോണുകളും ഫ്രീ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ മൂവ് ചെയ്യും അല്ലേ. അങ്ങനെയുള്ള മൂവ്മെൻറ്റ്സിനെ പറയാൻ തെർമൽ പ്രോസസ്സിനെ പറയാൻ തെർമൽ എജിറ്റേഷൻ എന്നാണ്. അതായത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തുകൊണ്ട് ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുക. ശരിക്കും ഫ്രീ ഇലക്ട്രോൺ ഗ്യാസ് എന്ന് തന്നെയാണ് പറയാം. ഫ്രീ ഇലക്ട്രോണുകൾ മെറ്റലിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാസ് കണക്കെയാണ്, ഗ്യാസ് മോളിക്യൂൾ കണക്കെയാണ് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഫ്രീ ഇലക്ട്രോൺ ഗ്യാസ് എന്ന് തന്നെയാണ് നമ്മൾ പറയുക അല്ലേ. അപ്പോൾ ദേ ആർ ഇൻ ഹൈ സ്പീഡ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. അതിൻ്റെ സ്പീഡ് ഏകദേശം ഓഫ് ദ ഓർഡർ ഓഫ് 10⁻6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുകൊണ്ടാണ് അതിനെ തെർമൽ വെലോസിറ്റി എന്ന് പറയാം, തെർമൽ സ്പീഡ് എന്ന് പറയാം. ഈ തെർമൽ എജിറ്റേഷൻ എന്നുള്ള പ്രോസസ്സ് തന്നെ ഒരു ഇലക്ട്രോണ് ഹീറ്റ് എനർജി സറൗണ്ടിങ് അബ്സോർബ് ചെയ്തുകൊണ്ട് ഹൈ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് പേരാണ് തെർമൽ എജിറ്റേഷൻ. ദാറ്റ് പ്രോസസ് നോൺ ആസ് തെർമൽ എജിറ്റേഷൻ. അങ്ങനെയാണെങ്കിൽ തെർമൽ എജിറ്റേഷൻ വഴി ദീസ് മോളിക്യൂൾസ് ആർ ഓൾവേസ് ഇൻ റാൻഡം മോഷൻ. ഈ മോളിക്യൂളല്ല ഇലക്ട്രോണുകൾ. ഈ ഇലക്ട്രോണുകൾ ഹൈ സ്പീഡിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ സ്പീഡ് നമ്മൾ പറഞ്ഞിട്ട് 10⁻6 മീറ്ററാണ്, 1,00,000-10,00,000 മീറ്റർ പെർ സെക്കൻഡാണ്. അത്ര ഹൈ സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. ഇത്ര ഹൈ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഇലക്ട്രോണുകൾ ആറ്റമായിട്ട് കൊളീഷൻ നടക്കും, അല്ലെങ്കിൽ ഇലക്ട്രോണുകളായിട്ട് കൊളീഷൻ നടക്കും. അതിൻ്റെ ഡയറക്ഷൻ മാറാം. ഈ ഹൈ സ്പീഡ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള എനർജീനെ അബ്സോർബ് ചെയ്യാൻ ആർക്ക് സാധിക്കില്ല, ന്യൂക്ലിയസുകൾക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ അയോണിക് കോറുകൾക്ക് സാധിക്കില്ല. സോ അത് കൊളീഷനുകൾ ഇലാസ്റ്റിക് കൊളീഷനാണ്. അതിൻ്റെ വെലോസിറ്റിയിൽ മാറ്റം വരാതെ തന്നെ അത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് കൂട്ടിയിടുകളിലൂടെ ഈ ഇലക്ട്രോണുകളൊക്കെ പല ഡയറക്ഷനിൽ സഞ്ചരിക്കുന്നതാണ്. ദാറ്റ് ഈസ് നോൺ ആസ് റാൻഡം മോഷൻ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇഫക്റ്റീവ് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദിസ് വിൽ ബി 0 അല്ലേ. എല്ലാതിൻ്റെ ആവറേജ്, കാരണം ഒരു ഡയറക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ മറ്റേ ഡയറക്ഷൻ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഓവറോൾ ആവറേജ് വെലോസിറ്റി നമ്മൾ കണക്കൂട്ടുകയാണെങ്കിൽ 0. മാത്രമല്ല ഒരു ഇലക്ട്രോൺ മാത്രമല്ല, കോടിക്കണക്കിന് ഇലക്ട്രോൺ ഇതേപോലെ റാൻഡം മോഷനിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവറേജ് വെലോസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് വെലോസിറ്റി വിൽ ബിക്കം 0. അതുകൊണ്ടാണ് ഇത്രയും ഹ്യൂജ് വെലോസിറ്റി ഉണ്ടായിരുന്നത് പോലും സ്റ്റാറ്റിക് കണ്ടീഷനിൽ എന്തുണ്ടാവാത്തത്, നമുക്ക് കണ്ടക്ടറിൽ കറണ്ട് കാണാത്തത്. കാരണം ഇത്രയും സ്പീഡിൽ ചാർജ് മൂവ് ചെയ്താൽ അവിടെ കറണ്ട് ഉണ്ടെന്നാണ്. പക്ഷേ ഇവിടെ മൊത്തം ഇലക്ട്രോണുകൾ പല ഡയറക്ഷനിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ആവറേജ് വെലോസിറ്റി ഷിഫ്റ്റിങ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് എന്നുള്ളത് നെറ്റ് ഡ്രിഫ്റ്റിംഗ് അവിടെ 0 ആയിരിക്കും. അതുകൊണ്ട് അവിടെ നമുക്ക് ഇലക്ട്രിക് കറണ്ട് കാണാൻ സാധിക്കില്ല. ഇതിൻ്റെ ഓർഡറിന് പ്രാധാന്യമുണ്ട് കേട്ടോ. തെർമൽ സ്പീഡ് എന്നുള്ളത് 10⁻6 മീറ്റർ പെർ സെക്കൻഡാണ്. ഇനി എങ്ങനെയാണ് ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യണേ നോക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മെറ്റാലിക് എലമെൻ്റ് എടുക്കുകയാണെങ്കിൽ ആറ്റംസൊക്കെ റെഗുലർ ആയാൽ അതിൽ കുറച്ച് ഫ്രീ ഇലക്ട്രോൺസ് ഞാൻ മെയിൻ ചെയ്യണം. 3 ഇലക്ട്രോൺസിനെ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. തെർമൽ എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യാൻ തുടങ്ങും. ഹൈ സ്പീഡിൽ കൊളീഷനിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ദേ ആർ ഇൻ റാൻഡം മോഷൻ.
അങ്ങനെയാണെങ്കിൽ ഓരോ ഇലക്ട്രോണുകളുടെയും മൂവ്മെൻറ്റിൻ്റെ മൊത്തം ആവറേജ് വെലോസിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദിസ് വിൽ ബി 0. അതുകൊണ്ടാണ് ഇപ്പോഴും എന്തിൽ വരണേ തെർമൽ വെലോസിറ്റി 0 ആയി പറഞ്ഞത്, ആവറേജ് തെർമൽ വെലോസിറ്റി. ഞാൻ വീണ്ടും ഒരു എക്സാമ്പിൾ നിലയ്ക്ക് ഒരു കണ്ടക്ടറിന് എടുക്കണു, അതിലേതെങ്കിലും ഒരു പൊസിഷനിൽ ഒരു ഇൻസ്റ്റൻറ്റ് നമ്മൾ ഫോട്ടോഗ്രാഫി ചെയ്ത് നോക്കിയാൽ, ഇലക്ട്രോണുകളെ ഫോട്ടോഗ്രാഫി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എത്ര ഇലക്ട്രോണും കൊണ്ട് ഓരോ ഇലക്ട്രോണുകളും ഓരോ ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡയറക്ഷനിലുള്ള ആവറേജ് എല്ലാതിൻ്റെയും ആവറേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണം പോസിറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അപ്പുറത്ത് നെഗറ്റീവ് ആവും. സമ്മേഷൻ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി പോവും, 0 ആയിട്ട് പോവും അല്ലേ. സോ ഡ്യൂ ടു റാൻഡം മോഷൻ ദ ആവറേജ് വെലോസിറ്റി ഓഫ് ദിസ് തെർമൽ മോഷൻ ഈസ് ഓൾവേസ് ബി 0. So this motion doesn't create any electric current within a metal under static condition. Right. So what you mean by thermal speed എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the free electrons by absorbing thermal energy moves in random motion in a metallic body. The speed corresponding to that electrons is known as thermal speed, and its order is of the order of 10⁶ meter per seconds. But even this much speed doesn't create any current because the average of thermal velocity should always be 0. So the high speed thermal motion cannot create any electric current. Okay, അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മളൊരു മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യാൻ വേണമെങ്കിൽ, കാരണം ഇപ്പോൾ ഫസ്റ്റ് ഇലക്ട്രോണിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി u1 ആണ്, തെർമൽ സ്പീഡ് സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ u2 3 അങ്ങനെ un ഉണ്ടെങ്കിൽ മൊത്തം വെക്ടർ അഡീഷൻ എടുത്തിട്ട് അതിനെ n നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് കിട്ടും. ആവറേജ് എന്തായി മാറും, 0 ആയി മാറും. സോ ആവറേജ് ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ തെർമൽ വെലോസിറ്റി 0 ആണ്. നമ്മളിതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് വഴിയാണ് അല്ലേ. ഇനി ത്രൂ ഔട്ട് നമ്മൾ ചാപ്റ്ററുകളൊക്കെ ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ കാണിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ആവറേജിങ് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് എപ്പോഴും സ്പേസ് കുറയ്ക്കാം, കുറച്ചുകൂടി ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റാറ്റിക് സിറ്റുവേഷനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാത്ത സിറ്റുവേഷനിൽ, അങ്ങനെയാണെങ്കിൽ ഒരു മെറ്റലിലേക്ക് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യണമെന്ന് വയ്ക്കുക. മെറ്റലിൽ 3 ഇലക്ട്രോണുകളെ മാത്രമേ കൺസിഡർ ചെയ്യാനുള്ളൂ. ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് നോക്കിയ എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രോണുകൾക്ക് അവിടെ തെർമൽ മോഷൻ അവോയ്ഡ് ചെയ്യണം. കാരണം തെർമൽ മോഷൻ മൂലമുള്ള ഇത് നമുക്ക് ഓൾറെഡി അറിയാൻ 0 ആണെന്നുള്ളത്. ഞാൻ തെർമൽ മോഷനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ സംസാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ കിടക്കുന്ന ഫ്രീ ഇലക്ട്രോണുകൾക്ക് ഇലക്ട്രിക് ഫീൽഡിൽ ആക്സലറേറ്റ് ചെയ്യപ്പെടും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഫോഴ്സ് അനുഭവപ്പെടും ഓരോ ഇലക്ട്രോണും മൂലം. ഫോഴ്സ് F=ma ആണ്. സോ ആ ആക്സലറേഷൻ എത്രയാണ്, -E/m. ഇലക്ട്രിക് ഫീൽഡിനെതിരെ ആക്സലറേറ്റ് ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ ഈ ഹൈ സ്പീഡിൽ ആക്സലറേറ്റ് ചെയ്യുന്ന ഈ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും, സ്പീഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകുന്നതിൻ്റെ തൊട്ടടുത്ത ആറ്റമുമായിട്ട് ആറ്റമിക് കോറുമായിട്ട് കൊളിഷൻ നടത്തും. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ വെലോസിറ്റി അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടും. ഇതിൻ്റെ കിട്ടുന്ന എനർജി അതിലേക്ക് സപ്ലൈ ചെയ്യും, ആറ്റത്തിലേക്ക് ആറ്റോമിക് കോറിലേക്ക് സപ്ലൈ ചെയ്യും. ആറ്റോമിക് കോറിൻ്റെ വൈബ്രേഷൻ ഇൻക്രീസ് ചെയ്യും അല്ലേ, ഇതിൻ്റെ എനർജി ഇതിലേക്ക് സപ്ലൈ ചെയ്യും. പക്ഷേ വീണ്ടും ഇലക്ട്രിക് ഫീൽഡ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വീണ്ടും ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, വീണ്ടും ആക്സലറേറ്റ് ചെയ്യപ്പെടും. ആക്സലറേറ്റ് ചെയ്ത് സ്പീഡ് കൂടി പോകുന്നതിൻ്റെ ഇടയിൽ തൊട്ടടുത്ത ആറ്റവുമായിട്ട് എന്ത് ചെയ്യും, കൊളിഷനിൽ ഏർപ്പെടും. അതിൻ്റെ എനർജി അവിടെ സ്പീഡ് അവിടെ സ്റ്റോപ്പ് ചെയ്യും. എനർജി ഏതിലേക്ക് സപ്ലൈ ചെയ്യും, ആറ്റത്തിലേക്ക് സപ്ലൈ ചെയ്യും. വീണ്ടും ഇലക്ട്രോൺ വീണ്ടും എന്ത് ചെയ്യും, ആക്സലറേറ്റ് ചെയ്യും, തൊട്ടടുത്ത ആറ്റമായി കൊളീഷനിൽ ഏർപ്പെടും. അങ്ങനെ കൊളീഷനിലൂടെ പതുക്കെ എന്ത് ചെയ്യാൻ ഒരു ഇലക്ട്രോൺ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുക ചെയ്യുക. അങ്ങനെയുള്ള മൂവ്മെൻറ്റിനെ പൊതുവെ പറയുന്ന പേരാണ് ഡ്രിഫ്റ്റഡ് മോഷൻ. അതിൻ്റെ വാല്യൂ വളരെ കുറവാണ്. ആവറേജ് മൊത്തം ആവറേജ് വെലോസിറ്റി നോക്കിക്കഴിഞ്ഞാൽ ആ വെലോസിറ്റിയാണ് ഡ്രിഫ്റ്റഡ് മോഷൻ, ഡ്രിഫ്റ്റഡ് വെലോസിറ്റി എന്നാണ് പറയുക. അതിൻ്റെ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓർഡർ ഓഫ് 10⁵ മീറ്റർ/s ആണ്. അത്രയും കുറവാണ്. അതായത് 0.01 mm/s. 1 മില്ലിമീറ്റർ പോലും ഇല്ല ഒരു സെക്കൻഡിൽ. അത്രയും കുറഞ്ഞ സ്പീഡിലാണ്. തെർമൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ 1,00,000 km/s ആണെങ്കിൽ ഇവിടെ 1 mm/s പോലും ഇല്ല. അത്ര കുറഞ്ഞ സ്പീഡിലാണ് ഈ ഇലക്ട്രിക് ഫീൽഡ് മൂലം ഈ ഇലക്ട്രോണുകൾ ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുക. കൂട്ടിയിടികളിലൂടെ ഇലക്ട്രോൺ പതുക്കെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്നു. പക്ഷേ എന്നിരുന്നാലും ദർ വിൽ ബി ആൻ ആവറേജ് വെലോസിറ്റി. പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ആവറേജ് വെലോസിറ്റി ഉണ്ട്, ഒരു ചാർജുകളുടെ ഫ്ലോ ഉണ്ട്. ആ ഡ്രിഫ്റ്റഡ് മോഷനാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക, ഇലക്ട്രിക് കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ സ്വാഭാവികം ചോദ്യം ഉണ്ടാവും, ഇത്രയും ചെറിയ ഇലക്ട്രിക് സ്പീഡിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക എല്ലാ പൊസിഷനിലും അറ്റ് എ ടൈം? നമുക്ക് കാണാൻ പറ്റും ഡ്രിഫ്റ്റഡ് മോഷൻ വളരെ ചെറുതാണെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് മെറ്റലിൻ്റെ ഉള്ളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ലൈറ്റിൻ്റെ സ്പീഡിലാണ്.
അതായത് അറ്റ് എ ടൈം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യണം അതേ മൊമെൻറ്റിൽ തന്നെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഫീൽ ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ചെയ്യാൻ മൊമെൻറ്റിൽ തന്നെ ഇപ്പുറത്തും ഫ്രീ ഇലക്ട്രോണുകൾ ഇപ്പുറത്തെ ഇലക്ട്രോണുകൾ ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സ്പീഡ് വളരെ കുറവാണെങ്കിൽ പോലും ഇലക്ട്രോണുകൾ ഡ്രിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ്? കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ, ഞാനൊരു ചെറിയൊരു ആനിമേഷനാണ് കാണിക്കുന്നത്, എക്സാക്റ്റ് ആനിമേഷൻ അല്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി നോക്കുക. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോണുകൾ ആക്സിലേറ്റ് ചെയ്യുന്ന സ്പീഡ് കൂടുന്നു, തൊട്ടടുത്ത ആറ്റുമായി കൊളീഷൻ എടുക്കുന്നു, എനർജി അതിലേക്ക് സപ്ലൈ ചെയ്യണം, അറ്റോമിക് വൈബ്രേഷൻ ഇൻക്രീസ് ചെയ്യും, കൊളീഷനിലൂടെ അത് തൊട്ടടുത്ത ഇതിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു കറണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ഒരു ആവറേജ് വെലോസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്ന പേരാണെന്ത്? ഡ്രിഫ്റ്റഡ് വെലോസിറ്റി. അപ്പോൾ നോക്കുമ്പോൾ കാണാൻ പറ്റും ഇലക്ട്രോൺ കൂട്ടിയിടിക്കുമ്പോൾ ആറ്റത്തിന് വൈബ്രേഷൻ എനർജി കിട്ടുകയാണ്. ആറ്റോമിക് വൈബ്രേഷൻ എനർജി, ആറ്റം കൂടുതൽ നന്നായി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അനുസരിച്ച് ചൂട് കൂടും. നമുക്കറിയാം ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നുമ്പോൾ ഹീറ്റ് ചെയ്യും, ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്. അതിന് കാരണം ഇതാണ്, ഇലക്ട്രോണുകൾ ആക്സലറേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് എനർജി ഉപയോഗിച്ചുകൊണ്ട് ആക്സലറേറ്റ് ചെയ്ത് കൂട്ടിയിടിക്കുമ്പോൾ അത് എനർജി ആറ്റത്തിന് സപ്ലൈ ചെയ്യും. അറ്റോമിക് വൈബ്രേഷൻ ഇൻക്രീസ് ചെയ്യും. അറ്റോമിക് വൈബ്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനാണ് അല്ലേ. ഒന്നുകൂടി നമുക്ക് നോക്കാം. ഒരു ഇലക്ട്രിക് ഫീൽഡ് വന്നു, ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോൾ കൂട്ടിയിടിക്കുന്നു, സ്പീഡ് കൂടണം, വീണ്ടും കൂട്ടിയിടിക്കുന്നു, സ്പീഡ് കുറയണം, വീണ്ടും കൂട്ടിയിടിക്കുന്നു, സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നു, വീണ്ടും സ്പീഡ് കൂടുന്നു, സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നു, സ്പീഡ് കൂടുന്നു, സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നു. കൂട്ടിയിടിലൂടെ ഇലക്ട്രോണുകൾ പതുക്കെ പതുക്കെ ഡ്രിഫ്റ്റ് ചെയ്യാം. ഇത് നമ്മൾ ഈ അനിമേഷനിൽ കുറച്ച് സ്പീഡ് കാണിക്കണമെങ്കിലും ആക്ച്വലി വളരെ ചെറിയ രീതിയിലാണ്. കാരണം ഒരു മെറ്റലിൻ്റെ ഉള്ളിൽ അത്രയധികം ആറ്റംസ് ഉണ്ട്. നമുക്കറിയാം ഒരു പുഴ ഒഴുകുമ്പോൾ വാട്ടർ സ്ട്രീമിൽ കുറേ കല്ലുകളും മറ്റൊക്കെ ഇടയിൽ വെക്കുകയാണെങ്കിൽ ആ ഒഴുക്ക് തടസ്സപ്പെടും. അതേപോലെ തന്നെയാണ് അവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇലക്ട്രോണുകൾ ഇലക്ട്രിക് ഫീൽഡ് വഴി താഴോട്ട് ഒഴുകാൻ ശ്രമിക്കുമ്പോൾ, ഈ സൈഡിലേക്ക് ഒഴുകാൻ ശ്രമിക്കുമ്പോൾ ആറ്റംസ് ഇടയിലുള്ളതുകൊണ്ട് ആറ്റംസിന് ആ കൂട്ടിയിടികളിലൂടെ അതിന് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. അത് മൂലം അതിൻ്റെ ഒഴുക്ക് അത്ര സുഗമമാവില്ല. അതുകൊണ്ട് തന്നെ കൂട്ടിയിടികളിലുള്ള മൂവ്മെൻറ്റാണ്. അതുകൊണ്ടാണ് അതിന് ഡ്രിഫ്റ്റഡ് മോഷൻ എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ വാല്യൂ എന്നുള്ളത് വളരെ ചെറുതാണ്, 10⁻⁵ മീറ്റർ/സെക്കൻഡാണ്. ഇനി നമ്മൾ ഇത് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി നമ്മളിപ്പോൾ ഡ്രിഫ്റ്റഡ് മോഷൻ മാത്രമാണ്, പക്ഷേ അവിടെ എന്തും കൂടി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഇനീഷ്യലി തെർമൽ സ്പീഡ് ഉണ്ട്, ഹീറ്റ് എനർജി മുകളിൽ തെർമൽ സ്പീഡ് ഉണ്ട്. അതിന് പുറമെയാണ് ഇലക്ട്രിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന ഡ്രിഫ്റ്റഡ് വെലോസിറ്റിയും കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ എങ്ങനെ നോക്കാം? ഒരു കണ്ടക്ടർ നമ്മൾ ഇമാജിൻ ചെയ്യുക, ഒരു ഇലക്ട്രോണിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നു അല്ലേ. അത് അതിൻ്റെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്തപ്പോൾ അതിൻ്റെ പാത്ത് എന്നുള്ളത് റാൻഡം മോഷനാണ്. ഈ പാത്തിലൂടെയാണ് അത് സഞ്ചരിക്കുക അല്ലേ. സ്വാഭാവികമായിട്ടും അതിൻ്റെ ആവറേജ് വെലോസിറ്റി 0 ആണ്. നേരെ മറിച്ച് ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോഴോ അതിൻ്റെ ഡ്രിഫ്റ്റഡ് മോഷൻ തെർമൽ സ്പീഡ് ഉണ്ട്, അതുമൂലം മൂവ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? ഓരോ പൊസിഷനിലെ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യും, അതിൻ്റെ പൊസിഷനെ ഷിഫ്റ്റ് ചെയ്യും അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത സമയത്ത് ഇവിടെയാണ് എത്തുന്നതെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എത്തുന്ന ഇത്ര ഡിസ്റ്റൻസ് എത്തിയെന്ന്, ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് അവിടെ അതുമൂലം ഒരു ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് അതാണ് എന്ത് ഇലക്ട്രിക് കറൻറ്റിനെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. സോ വാട്ട് ഈസ് ഡ്രിഫ്റ്റഡ് വെലോസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ദ ആവറേജ് വെലോസിറ്റി ദാറ്റ് അക്യൂർഡ് ബൈ ഫ്രീ ഇലക്ട്രോൺസ് ഇൻ എ മെറ്റൽ ബൈ ദ ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഫ്രീ ഇലക്ട്രോണുകൾക്ക് കിട്ടുന്ന ആവറേജ് വെലോസിറ്റിയാണ്. ഇതിൽ രസകരമായ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രിഫ്റ്റഡ് മോഷൻ യൂണിഫോം ആയിട്ടാണ് നമ്മൾ കണക്കൂട്ടുക. ഏകദേശം 10⁻⁵ മീറ്റർ/സെക്കൻഡ് ആണ് അതിൻ്റെ സ്പീഡ് നമ്മൾ പറഞ്ഞു. 10⁻⁻2, 10⁻⁵5 to 10⁻�6 അല്ലേ. പക്ഷേ നമുക്കറിയാം ഓരോ കൂട്ടിയിടികളുടെ ഇടയിലും ആക്സിലറേഷൻ ഉണ്ട്. കൂട്ടിയിടിക്കുന്നു, ആക്സിലേറ്റ് ചെയ്യുന്നു, കൂട്ടിയിടിക്കുന്നു, വീണ്ടും ആക്സിലേറ്റ് ചെയ്യുന്നു, കൂട്ടിയിടിക്കുന്നു അല്ലേ. ഓവറോൾ മോഷൻ നമ്മൾ നോക്കുമ്പോൾ കൂട്ടിയിടികളിൽ മുമ്പ് അത് യൂണിഫോം പോലെ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് സഞ്ചരിക്കണമെങ്കിലും ആക്ച്വലി ഇത് യൂണിഫോം ആണോ? അല്ല. കാരണം എന്താ? ഓരോ കൊളീഷൻ്റെ ഇടയിലും എന്തുണ്ട്? ദെർ ഈസ് ആൻ ആക്സിലറേഷൻ അല്ലേ. ഇതിനെ നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ പറയാം? കാരണം ഓൾറെഡി ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, അതിന് പുറമെ ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോൾ അതിൻ്റെ സ്പീഡ് മാറ്റും. അതിനാണ് ഈ V1 ഫൈനൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ. അതുപോലെ ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ, സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ, തേർഡ് പാർട്ടിക്കിളിൻ്റെ എക്സെട്ര nth പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി അല്ലേ ബൈ അപ്ലൈയിങ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അതിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഡ്രിഫ്റ്റഡ് വെലോസിറ്റി. സോ VD. ഇനി ഒരു വേറൊരു ടൈം കൂടിയാണ് റിലാക്സേഷൻ ടൈം എന്നുള്ളത്. റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു
ഒരു ഇലക്ട്രോൺ പുറപ്പെട്ട് വേറൊരു ആറ്റമായി കൊളീഷനിൽ ഏർപ്പെടും. അതിൻ്റെ ഇടയിലുള്ള ടൈമിൽ ഇത് സ്ട്രെയിറ്റ് ലൈനാണ് സഞ്ചരിക്കുക അല്ലേ. ആ കൊളീഷൻ്റെ ഇടയിലുള്ള ടൈമിനെ പറയുന്ന പേരാണ് ടൈം ഓഫ് കൊളീഷനാണ്. രണ്ട് സക്സസീവ് കൊളീഷനുകൾക്കിടയിലുള്ള ടൈം. സക്സസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കൊളീഷനിലും ഇലക്ട്രോണുകൾ സ്റ്റോപ്പ് ചെയ്യപ്പെടില്ല. ഇലക്ട്രോണുകൾ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്ന കൊളീഷനെ പൊതുവെ പറയുന്ന പേരാണ് സക്സസീവ് കൊളീഷൻസ്. അങ്ങനെയാണെങ്കിൽ രണ്ട് സക്സസീവ് കൊളീഷനുകൾക്ക് ഇടയിലുണ്ടെന്ന ആവറേജ് ടൈം ഇൻ്റർവെലിനെ പറയുന്ന പേരാണ് റിലാക്സേഷൻ ടൈം. So average time interval between two successive collision of free electrons and atoms in a metal is called relaxation time. എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ടോ എന്നാണ്. നമുക്കറിയാം ഓരോ ഇലക്ട്രോണും ഓരോ കൊളീഷനിലും ചെറിയതായാലും വ്യത്യസ്തമായ ടൈം ഇൻ്റർവെലുകളാണ്. ഇപ്പോൾ ഒന്നാമത്തെ പാർട്ടികൾ T1 ഒരു കൊളീഷൻ്റെ ഇടയിലാണെങ്കിൽ രണ്ടാമത്തെ പാർട്ടികൾ അതിൻ്റെ കൊളീഷൻ എടുക്കുന്നത് രണ്ട് സക്സസീവ് കൊളീഷൻ്റെ ഇടയിലുള്ള ടൈം T2 ആണ്. അങ്ങനെയാണ് Tn. അങ്ങനെ ഒരുപാട് ടൈമുകളുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് എടുക്കുക. T1 plus T2 plus T. ഇതൊക്കെയായിരിക്കും എന്താ ആവറേജ് ടൈം ഇൻ്റർവൽ. ഇതൊക്കെ ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ സക്സസീവ് കൊളീഷൻസ് ആണ്. T1, T2, T3 എക്സെട്ര. അതിൻ്റെ ആവറേജ് എടുക്കുക, ശരാശരി എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോൺ ആസ് റിലാക്സേഷൻ ടൈം ടോ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് അങ്ങനെയെങ്കിൽ ഈ റിലാക്സേഷൻ ടൈമും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളതാണ്. അതിന് നമ്മളൊരു എക്സാമ്പിൾ നിലയ്ക്ക് ഒരു കണ്ടക്ടർ എടുക്കുക. അവിടെ ഒരു ഫ്രീ ഇലക്ട്രോണുകളുണ്ട്. അതിൻ്റെ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റി കിട്ടുന്നുണ്ടാവും VD. ഈ വെലോസിറ്റിയുടെയാണ് Qയിൽ നിന്ന് P വരെ അത് ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് അല്ലേ. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് വയ്ക്കുമ്പോൾ തന്നെ ഇലക്ട്രോണുകൾക്ക് കിട്ടുന്ന സ്പീഡ് ആക്സലറേറ്റ് ചെയ്യപ്പെടും. ഫോഴ്സ് F=-E ആണ്. F എന്നുള്ളത് ma ആണ്. സോ ma=-EE. അതിൽ നമുക്ക് ആക്സലേഷൻ കിട്ടും. ഇലക്ട്രോണുകൾ ആക്സലറേറ്റ് ചെയ്യപ്പെടുന്നു. പിന്നെ നെക്സ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് -E/m. ഇവിടെ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ എതിർ ദിശയിലാണ് ആക്സലറേഷൻ ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ഇലക്ട്രോണിനും അല്ലേ കിട്ടുന്ന ഫൈനൽ വെലോസിറ്റി ഇപ്പോൾ u സ്പീഡിൽ സഞ്ചരിക്കുന്നുണ്ട്. അത് t സെക്കൻഡ്സിൻ്റെ ഇടയിലാണ്, രണ്ട് കൊളീഷൻ്റെ ഇടയിൽ. ആ ടൈമിലാണ് ആക്സലറേഷൻ സംഭവിക്കുന്നത് രണ്ട് കൊളീഷനൊക്കെ ഇടയിൽ. ആ ടൈമിൽ അതിന് കിട്ടുന്ന ഫൈനൽ വെലോസിറ്റി എന്നുള്ളത് എന്തായിരിക്കും? v=u+at. v1 എന്ന് പറഞ്ഞാൽ u1 + a+t1. കാരണം a is a constant. അതിന് ഒരേ ആക്സലേഷനാണ്. v1 എന്നുള്ളത് u1 + a+t1 ആയിരിക്കും. v2 എന്നുള്ളത് രണ്ടാമത്തെ ഇലക്ട്രോണിന് കിട്ടുന്ന സ്പീഡ് u2 + a+t2 അങ്ങനെ എക്സെട്ര ആയിരിക്കാം അല്ല. ഞാൻ എല്ലാം കൺസിഡർ ഇല്ല. ജനറലായിട്ട് v=u+at നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. അതിൽ ഇക്ക് നമുക്ക് എക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ v എന്തായിരിക്കും? u -EE/m × t എന്ന് കിട്ടും. ഇറ്റ് ഈസ് എ ഫൈനൽ വെലോസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആവറേജ് എടുക്കുക. ദാറ്റ് ഈസ് നോൺ എ ഡ്രിഫ്റ്റ് വെലോസിറ്റി, ആവറേജ് ഫൈനൽ വെലോസിറ്റി ഓഫ് ദീസ് ഇലക്ട്രോൺസ്. നമുക്ക് എങ്ങനെ എടുക്കാം? ഇതിന് ആവറേജുകൾ എടുക്കുക. കാരണം ഇത് v1 ഉണ്ട്, v2 ഉണ്ട്, v3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആവറേജ് ഫൈനൽ വെലോസിറ്റി ഫോർ ഇലക്ട്രോൺ അല്ലേ. നമുക്കെന്തെടുക്കാം? ആവറേജ് എടുക്കാം. ഇവിടെ ആവറേജ് എടുക്കുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ആവറേജ്. ഇനീഷ്യൽ വെലോസിറ്റി തെർമൽ വെലോസിറ്റിയാണ്. -EE/, ഇത് കോൺസ്റ്റൻ്റ് ആണ്. ടൈമുകളുടെ ആവറേജ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ആവറേജ് ഫൈനൽ വെലോസിറ്റി നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയും VD. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി ആവറേജ് തെർമൽ വെലോസിറ്റി എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. അതിൻ്റെ ആവറേജ് എത്രയാണ്? 0 ആണ്. ഈ ടൈമുകൾ സക്സസീവ് കൊളീഷനുകൾക്കിടയിലുള്ള ടൈം ഇൻ്റർവെലുകളെ അതിൻ്റെ ആവറേജ് എടുത്ത് അതിനെ പറയുന്ന പേരാണ് റിലാക്സേഷൻ ടൈം ടോ അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും v എന്നുള്ളത് VD ആണ്. ആവറേജ് ഓഫ് u ഇനീഷ്യൽ വെലോസിറ്റി എന്നുള്ളത് 0 ആണ്. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് എടുക്കാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി VD -EE/m × tau. Here negative sign indicates that relaxation drift velocity is against the electric field. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷനിൽ ഇതിൽ ഈ ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് മാത്രമാണെങ്കിലോ അതിനെ നമ്മൾ ഡ്രിഫ്റ്റഡ് സ്പീഡ് എന്ന് പറയും. അപ്പോൾ VD =E/m × tau എന്ന് എഴുതിയാൽ ഡയറക്ഷൻ എഴുതണമെന്നില്ല. അപ്പോൾ നെഗറ്റീവ് ആണെന്ന് നമുക്ക് നെഗറ്റീവ് കാണിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അതിനാണെങ്കിൽ ഡ്രിഫ്റ്റഡ് സ്പീഡ് എങ്ങനെയൊക്കെ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? നമ്മൾ പറയുന്നത് കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ടിനെ കുറിച്ചിട്ടാണ്. കണ്ടക്ടറിലെ ഇലക്ട്രോണുകളാണ് കറണ്ടിന് കാരണം. അപ്പോൾ എല്ലാതിൻ്റെയും ഇലക്ട്രോണിക് ചാർജ് കോൺസ്റ്റൻ്റ് ആണ്. സോ E/m എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് E/m ഈ ചാർജ് ബൈ മാസ് റേഷ്യോ.
പിന്നെയുള്ളത് ഇലക്ട്രിക് ഫീൽഡാണ്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് കൂടുന്തോറും സ്പീഡ് കൂടുതലായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞാൽ സ്പീഡ് കുറവായിരിക്കും, ആക്സലേഷൻ കുറവായിരിക്കും. പിന്നെയുള്ളത് എന്താ? റിലാക്സേഷൻ ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ. അതെന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യത്യസ്ത മെറ്റലുകൾക്ക് വ്യത്യസ്ത റിലാക്സേഷൻ ടൈം ആയിരിക്കും. മാത്രമല്ല ടെമ്പറേച്ചറും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു പ്യുവർ മെറ്റലിൽ ചില മെറ്റലുകളിൽ ആറ്റംസൊക്കെ വളരെ ഇൻ്റർസ്പേഷ്യൽ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും, അകലായിരിക്കും. അപ്പോൾ റിലാക്സേഷൻ ടൈം കൂടുതലായിരിക്കും, ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കൂടുതലായിരിക്കും. അവിടെ റെസിസ്റ്റൻസ് കുറവായിരിക്കും അല്ലേ? മൊത്തത്തിൽ ഒഴുകാനുള്ള റെസിസ്റ്റൻസ് കുറവായിരിക്കും. ആറ്റംസിൻ്റെ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ടൈം കുറവാണ്, ടൈം കൂടുതലായിരിക്കും, റിലാക്സേഷൻ ടൈം കൂടുതലായിരിക്കും. നേരെ മറിച്ച് ചില മെറ്റലിലൊക്കെ വളരെ അടുപ്പിച്ചായിരിക്കും ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ കൂട്ടിയിടലിലുള്ള ടൈം ഇൻ്റർവെൽ കുറവായിരിക്കും, റിലാക്സേഷൻ ടൈം കുറവായിരിക്കും. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി അവിടെ കുറവായിരിക്കും അല്ലേ? അപ്പോൾ പല മെറ്റൽസിനും പല റെസിസ്റ്റൻസ് ആണ്. കാരണം റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിൽ കൂടെ ഒഴുകാനുള്ള ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ വാല്യൂ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. നമുക്കറിയാവുന്ന കേസാണ്, ഒരു പ്യുവർ മെറ്റലിനെക്കാട്ടും റെസിസ്റ്റൻസ് കൂടുതൽ ഒരു മെറ്റൽ അലോയ്സിനാണ്. മെറ്റൽ അലോയ്സിൽ ഒരു ഇൻ്റർസ്പേസിൽ ഒന്നിൽ കൂടുതൽ ആറ്റംസ് വരും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആറ്റങ്ങൾക്കിടയിലെ ഡിസ്റ്റൻസ് കുറയും, റിലാക്സേഷൻ ടൈം കുറയും, ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറയും. ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? കറണ്ടിൻ്റെ മൊത്തം കറണ്ടിലുള്ള വാല്യൂ കുറയണതാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വെലോസിറ്റി കുറയുന്നതാണ്, കറണ്ട് കുറയുന്നതാണ്. അങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞ അലോയ്സിനായിരിക്കും കൂടുതൽ റെസിസ്റ്റൻസ്. പ്യുവർ മെറ്റലിനായിട്ടും കൂടുതൽ റെസിസ്റ്റൻസ് കൂടുതൽ മെറ്റൽ അലോയ്സിനായിരിക്കും. അതുകൊണ്ടാണ് റെസിസ്റ്റൻസ് വയറൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ അലോയ്സാണ് നമ്മൾ ഏറ്റവും ഉപയോഗിക്കുക, മെറ്റലല്ല. മെറ്റലായിട്ട് റെസിസ്റ്റൻസ് കുറവാണ് സാധാരണഗതി. പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ കൂടുമ്പോൾ അറ്റോമിക് വൈബ്രേഷൻസ് കൂടും. കൂടുതൽ ആംപ്ലിറ്റ്യൂഡിലെ ആറ്റംസ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ കൊളീഷനിലിടയിൽ ടൈം ഇൻ്റർവെൽ കുറയും. കാരണം അറ്റോമിക് കൊളീഷൻസ് പെട്ടെന്ന് നടക്കും, ഇലക്ട്രോണുകളും ആറ്റമായി കൊളീഷൻസ്. സോ കൊളീഷൻ ബിക്കം മോർ ഫ്രീക്വൻറ്റ്. ദാറ്റ് റെഡ്യൂസ് ദ റിലാക്സേഷൻ ടൈം. സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അറ്റോമിക് വൈബ്രേഷൻസ് കൂടുന്നതുകൊണ്ട് റിലാക്സേഷൻ ടൈം കുറയാണ് അല്ലേ? റിലാക്സേഷൻ ടൈം കുറയുന്നതിനനുസരിച്ച് ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറയും. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ അല്ലേ? നമുക്കറിയാം മെറ്റൽ ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് കൂടുകയാണ് ഉണ്ടാവുക പൊതുവെ. അതിന് കാരണം ഇതാണ്, മെറ്റൽ ചൂടാക്കുന്നതനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലായി. ഓക്കെ, ഈ റിലാക്സേഷൻ ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റിനെ വേണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ വഴി നമുക്ക് വേണമെങ്കിൽ ഇതാക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. മുകളിൽ നിന്ന് ഒരു ചെരിഞ്ഞ പ്രദേശത്തിലൂടെ വെള്ളം താഴേക്ക് ഒഴുകണു, മരയിൽ നിന്നും വെള്ളം താഴേക്ക് ഒഴുകണു. തടസ്സങ്ങളില്ലെങ്കിൽ നേരെ കുത്തനെ പെട്ടെന്ന് എത്തിക്കോളും. നേരെ മറിച്ച് അവിടെ ഒരുപാട് കല്ലുകൾ പോലെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അവിടെ നിന്നുണ്ടാവും വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടും, കുറച്ചുകൂടി പതുക്കിയാണ് താഴേക്ക് എത്തും അല്ലേ? നമുക്കറിയാം ഒരു ചെരിഞ്ഞ പ്രതലത്തിൽ ഒരുപാട് അടുത്തടുത്ത് ചെറിയ കല്ലുകൾ വെച്ച്, ചെറിയ ഗ്യാപ്പുകൾ, കല്ലുകൾക്കിടയിൽ ചെറിയ ഗ്യാപ്പുകൾ വെച്ച് ഒരു ബോൾ കടന്നു പോകാൻ പറ്റാവുന്ന തരത്തിലുള്ള ചെറിയ ഗ്യാപ്പുകൾ മാത്രം വെച്ച് ഒരുപാട് കല്ലുകൾ നമ്മൾ അതിൻ്റെ ഇടയിൽ പ്രതലത്തിൽ വെക്കുകയാണെങ്കിൽ മുകളിൽ നിന്നൊരു ബോൾ ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ ആ ബോള് പതുക്കെ തട്ടി പല കല്ലുകളും തട്ടിയിട്ടാണ് താഴേക്കാണ് ഫോഴ്സ് എങ്കിൽ പല കല്ലുകളും തട്ടി നിന്ന് വീണ്ടും താഴേക്ക് വീണ്ടും സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ പതുക്കെയാണ് താഴേക്ക് വരിക. അതായത് അവിടെ ഡ്രിഫ്റ്റഡ് മോഷനാണ്. ഇലക്ട്രോണുകൾ അതേപോലെ തന്നെയാണ്. ഇലക്ട്രോൺ ഒഴുകണു, കല്ലൊന്നില്ലായിരുന്നെങ്കിൽ നേരെ കുത്തനെ താഴേക്ക് വീഴുന്നതാണ്. പക്ഷേ കല്ലുള്ളതുകൊണ്ടാണ് തട്ടി വരുന്നത്. അതേപോലെ തന്നെയാണ് മെറ്റലിൻ്റെ ഉള്ളിൽ അറ്റോമിക് കോറുകൾ, ആറ്റംസിനെ അല്ലേ, ലാറ്റസിലുണ്ടാകുന്ന അറ്റോമിക് കോറുകളിൽ ഇലക്ട്രോണുകൾ കൊളീഷനിലൂടെ പതുക്കെയാണ് ഒരറ്റത്തു നിന്ന് മറ്റേ എൻഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുക. അതുകൊണ്ടാണ് ഡ്രിഫ്റ്റഡ് മോഷൻ്റെ വാല്യൂ വളരെ വളരെ കുറവാകുന്നത്. നേരെ മറിച്ച് തെർമൽ മോഷൻ്റെ സ്പീഡ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഓർത്ത് വയ്ക്കുക അല്ലേ? ഇനി ഈ ഡ്രിഫ്റ്റഡ് വെലോസിറ്റി റിലേഷൻ ഇപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോഴും തുടർന്നുള്ള തിയറികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കിട്ടാൻ വളരെ എളുപ്പമാർഗ്ഗമുണ്ട്, ഓർമ്മിക്കാൻ എളുപ്പമാണ്. വെലോസിറ്റി ഈസ് ആക്സിലറേഷൻ ടു ടൈം. കാരണം ഡ്രിഫ്റ്റഡ് മോഷൻ നടക്കുന്നത് ആക്സിലറേഷൻ നടക്കുന്നത് രണ്ട് റിലാക്സേഷൻ ടൈമിൻ്റെ ഇടയിലാണ്.
സോ ഡ്രിഫ്റ്റഡ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്നുള്ള വി ഡി സിക്കൽ എത്ര എ ഇൻറ്റു ടോ ആക്സിലേഷൻ ടു ടൈം എന്ന് കൊടുക്കുക. ആക്സിലേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എഫ് ഇസിക്കൽ ഇ ആണ്, ഇ ഇസിക്കൽ എം ആണ്. സോ എ ഇസിക്കൽ ടു ഇ ഡിവൈഡ് ബൈ എം, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഡി ഇസിക്കൽ ടു ഇ ഡിവൈഡ് ബൈ എം ഇൻറ്റു ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വിശദീകരിക്കുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. എന്താണ് കറണ്ട്? കറണ്ട് രണ്ട് തരത്തിലുണ്ട്. വേരിയബിൾ കറണ്ട് ഉണ്ട്, സ്റ്റഡി കറണ്ട് ഉണ്ട്. കറണ്ടിൻ്റെ ഇക്വേഷൻ ചാർജ് പെർ ടൈമാണ്, യൂണിറ്റ് ആംബിയർ ആണ് അല്ലേ. ഡയറക്ഷൻ എന്നുള്ളത് പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജുകൾ മൂവ് ചെയ്യുന്നതിൻ്റെ എതിർദിശയിലാണ്. ഇനി അതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു എന്താണ് തെർമൽ മോഷൻ, എന്താണ് ഡ്രിഫ്റ്റഡ് മോഷൻ. തെർമൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി മെറ്റലിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോണുകൾ ഉണ്ടാവും. ദേ ആർ ബൈ അബ്സോർബിങ് തെർമൽ എനർജി. അതിന് തെർമൽ എജിറ്റേഷൻ എന്നുള്ള പ്രോസസ് എന്ന് പറയുക. തെർമൽ എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ട്. എല്ലാം റാൻഡം മോഷനിലായിരിക്കും മെറ്റലിൻ്റെ ഉള്ളിൽ, ഹൈ സ്പീഡിൽ അല്ല. അതിൻ്റെ സ്പീഡിൻ്റെ ഓർഡറിന് പ്രാധാന്യമുണ്ട്. 10⁵5 to 10⁶ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത്രയും ഹൈ സ്പീഡിലാണ്. എന്നിരുന്നാലും അവ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല? കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കാരണം എന്താ? ആവറേജ് തെർമൽ വെലോസിറ്റി എന്നുള്ളത് 0 ആണ് അല്ലേ. നെറ്റ് ഫ്ലോ അവിടെ 0 ആയിരിക്കും. നേരെ മറിച്ച് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രോൺ ആക്സിലറേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ സ്പീഡ് കൂടും. തൊട്ടടുത്ത ആറ്റവുമായിട്ട് കൊളീഷനിൽ ഏർപ്പെടും. അതിൻ്റെ സ്പീഡ് സ്റ്റോപ്പ് ചെയ്യപ്പെടും. വീണ്ടും ആക്സിലറേറ്റ് ചെയ്യപ്പെടും. വീണ്ടും സ്റ്റോപ്പ് ചെയ്യപ്പെടും. അങ്ങനെ കൂട്ടിമുട്ടലിലൂടെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് പതുക്കെ ഇലക്ട്രോണുകൾ ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ ആവറേജ് ദർ വിൽ ബി ആൻ ആവറേജ് വെലോസിറ്റി. അങ്ങനെയുള്ള ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്ന പേരാണ് എന്താ പറയുക? ഡ്രിഫ്റ്റഡ് വെലോസിറ്റി. So it is the average velocity acquired by the electron under external electric field. അതിൻ്റെ വാല്യൂ എന്നുള്ളത് വളരെ കുറവാണ്. 10⁻⁵ മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്നിരുന്നാലും അത് ഇലക്ട്രിക് കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ ദ റിലേഷൻ ബിറ്റ്വീൻ റിലാക്സേഷൻ ടൈം എന്താ? ആവറേജ് ടൈം ഇൻട്രോൾ ബിറ്റ്വീൻ 2 സക്സസീവ് കൊളീഷൻ അല്ലേ. പിന്നെ പറഞ്ഞത് എന്താ? റിലേഷൻ ബിറ്റ്വീൻ റിലാക്സേഷൻ ടൈം ആൻഡ് ഡ്രിഫ്റ്റഡ് വെലോസിറ്റി വി ഡി ഈക്വൽ ടു ഇ ബൈ എം ഇൻറ്റു ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് വിശദീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇനിയുള്ള അടുത്ത പിന്നീടുള്ള വീഡിയോസിൽ നമുക്ക് കാണാം. താങ്ക് യു.